Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know, if I'll ever figure out where the road goes. Even if I'm falling down, I will. നമ്മുടെ വ്ലോഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വിൻ്റർ ഷോപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതായത് സെപ്റ്റംബർ മാസം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ പതുക്കെ വിൻ്ററിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ജസ്റ്റ് ഇന്ന് നമ്മൾ ഒന്ന് ക്യൂൻസ് ഗേറ്റൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് അങ്ങനെയൊന്നുമില്ല, നമ്മുടെ പ്രിപ്പറേഷൻസ് നമ്മൾ ഏതായാലും എടുക്കേണ്ട സാധനം നമ്മൾ എടുക്കണം. അപ്പോൾ അത് വാങ്ങാൻ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ക്യൂൻസ് ഗേറ്റ് വഴിയൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങളിവിടെ എത്തി. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അറിയില്ല കേട്ടോ എങ്ങനെയൊക്കെ വാങ്ങുന്നു.
flavour. So in the North Wall also as you go down on the tomb of Catherine the Barragan, Henry VIII's first wife, so please explore. Okay. Lovely. Thank you. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ഇന്ന് നമ്മൾ പരിപാടി എന്താണ്? ഇന്നും ഒരു കറപ്പായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പോകുന്നത് പീറ്റർബറോ കത്തീഡ്രൽ സ്ക്വയർ കൂടെയാണ് നമ്മുടെ യാത്ര. എന്തൊക്കെയാണ് കാണാനുള്ളത്? ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, സ്ട്രീറ്റ് ഉണ്ട്, സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക്. കത്തീഡ്രൽ പിന്നെ പറയാൻ കത്തീഡ്രൽ പിന്നെ ഇവിടുത്തെ മെയിൻ സാധനമാണ്. കത്തീഡ്രലാണ് മെയിൻ അട്രാക്ഷൻ. പിന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് മാള്, ക്യൂൻസ് ഗേറ്റ്, പിന്നെ ക്യൂൻസ് ഗേറ്റ് ബസ് സ്റ്റേഷൻ, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ആ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ്, ബാങ്ക്സ് ഇതെല്ലാം അവൈലബിൾ ആണ് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സിറ്റി സ്ക്വയറിലേക്ക് വരുന്ന ആളൊക്കെ, സിറ്റി സെൻറ്ററിലേക്ക് വരുന്ന ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഷോപ്പുകളൊക്കെ, റീറ്റെയിൽ ഷോപ്പൊക്കെ കവർ ചെയ്തിട്ട് പോവാം. അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ ഒന്ന് കറങ്ങി പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും വന്നിട്ട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട്, ഇത് ഹാലോവിൻ ഡേയും കൂടിയാണ്. അപ്പോൾ ഹാലോവിൻ ഡേ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ ഉണ്ടാവും, ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടിട്ട് പോകാം. നമുക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് 2 മെയിൻ ആയിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണുള്ളത്. ഒന്ന് നന്ദൂസും 2 ബനിയൻ ട്രീ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബനിയൻ ട്രീയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ആ ഹോട്ടലൊന്ന് കാണിച്ചു തരാം കേട്ടോ, ആ റെസ്റ്റോറൻറ്റ്. ക്യൂൻസ് ഗേറ്റിലുള്ള ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്, ഷോപ്പിംഗ് മാളിൽ.
സോ ഇതെൻ്റെ ഒരു എൻട്രൻസ് ആണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ ക്യൂൻസ് ഗേറ്റിലെ ഒരു ഷോപ്പിംഗ് മാളാണ്. മെയിനായിട്ട് ഇവിടെയാണ് കൂടുതൽ ഷോപ്സ്. ഒരു ഷോപ്പിംഗ് വരാണെങ്കിൽ ബസ് സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളാണ്. ബസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഇതുള്ളത്. ഇതിൻ്റെ നിയർ ബൈ ആയിട്ടാണ് ബാക്കി നമ്മുടെ കത്തീഡ്രൽ സ്ക്വയറും ബാക്കി സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ ഒരു ചെറിയൊരു ലിങ്ക് ഉണ്ട് നിങ്ങൾ ഷോപ്പിംഗ് മാളിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് കയറാം. കറങ്ങിയിട്ട് ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ബ്രിഡ്ജൊക്കെ ഉണ്ട് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി. ഞങ്ങളൊന്ന് കറങ്ങി. ക്യൂൻസ് ഗേറ്റ് ഷോപ്പിംഗ് മാളിൽ, ക്യൂൻസ് ഗേറ്റിൽ മെയിനായിട്ട് വന്നാൽ ഇവിടെ കുറേ ഷോപ്സുള്ളൊരു മാളുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ കിട്ടും. ഡ്രസ്സാണെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും കുറേ ഫുഡ്, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇവിടെ വന്ന് വാങ്ങാം. ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം മാർക്ക് ഉണ്ട്. പ്രൈം മാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചീപ്പായിട്ട്, ചീപ്പ് മീൻസ് ആസ് കമ്പയർഡ് ടു അതർ ഷോപ്സിന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് പ്രൈസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഡ്രസ്സുകൾ അവൈലബിൾ ഉണ്ട്, എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സാധനവും അവൈലബിൾ ആണ്. ചീപ്പ് റേറ്റ് ആണ്, അങ്ങനെ വലിയ റേറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഈ പ്രൈം മാർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു ഷോപ്പാണ്. നടന്ന് അവിടെ നമ്മൾ ഇപ്പോൾ ക്യൂൻസ് ഗേറ്റ് ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് നമ്മൾ ഇറങ്ങി കത്തീഡ്രലിൻ്റെ അടുത്തേക്ക് പോവാണ്. അടുത്തൊരു ഡെസ്റ്റിനേഷൻ അതാണ്. സോ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ കത്തീഡ്രൽ സ്ക്വയർ എന്ന് പറയുന്നത്. കത്തീഡ്രൽ സ്ക്വയറിലേക്ക് എല്ലാ സ്ഥലത്തുനിന്നും റോഡിൽ വന്നിട്ട് സെൻറ്ററിലേക്ക് ഒന്ന് എത്തുന്നു. അപ്പോൾ എവിടെ നിന്ന് തിരിഞ്ഞാലും കത്തീഡ്രൽ സ്ക്വയറിലായിരിക്കും അവസാനം വന്ന് എത്തിപ്പെടുന്നത്. മഴ ചാറി ഒന്നും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം അത്രയും റഷ് അല്ല. കോഫി ഷോപ്പുകളിലൊക്കെ പുറത്തൊന്നും ആളൊന്നും എത്തിയിട്ടൊന്നുമില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഷോപ്പുകളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് എല്ലാവരും. അറ്റത്ത് കാണുന്നത് കത്തീഡ്രൽ, അറ്റത്ത് കാണുന്നുണ്ട്. ഇത് കത്തീഡ്രലിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഇത് പണ്ട് യുദ്ധത്തിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതിന് ശേഷം റിനോവേറ്റ് ചെയ്തിട്ട് റെഡി ആക്കിയിരിക്കുന്ന ഒരു കത്തീഡ്രലിൻ്റെ വേറൊരു ഭാഗം, വേറൊരു എൻട്രൻസ് ആണ് ശരിക്കും ഇത് വരുന്നത്. അതുപോലെ തന്നെ കത്തീഡ്രലിന് ചുറ്റായിട്ടും കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെന്താ, പഴയ ബിൽഡിങ്സ് തന്നെയാണ്. അല്ലാതെ പണ്ടത്തെ ആ ബിൽഡിങ്സിന് അങ്ങനെ ചെറുതായിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേയൊക്കെ ഭൂരിഭാഗം ബിയർ പാർലറും പിന്നെ കോഫി ഷോപ്പുകളാണ് ഇതിൽ കൂടുതൽ കാണുന്നത്. കോഫി ഷോപ്പ് മെയിനായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കോഫി ഷോപ്പാണ് കൂടുതലുള്ളത്. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാലോവീൻ്റെതായ കാരണം ഇവരിവിടെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല, കാരണം മഴയൊക്കെ പെയ്ത കാരണം. അത് പിന്നെ രാത്രി ആയിരിക്കും തോന്നുന്നു മെയിനായിട്ട് ഇവർ തോന്നുന്നു. ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടില്ലേ ഓരോരുത്തരും. വൈകുന്നേരം ആകുമ്പോൾ കാണാനൊക്കെ നൈസായിരിക്കും. മഴ ചേർന്നതിന് ആൾക്കാർ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഒരു എൻട്രൻസ്. ഈ നമ്മൾ നേരത്തെ കാട്ടിയിട്ടുള്ള പള്ളിയിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളെ നടന്നു വരുന്ന വഴിക്ക് ഒരു ബോർഡ് ശ്രദ്ധിച്ചു, ചാരിറ്റി ക്രിസ്മസ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് നോക്കാം എങ്ങനെയാണ്. ഇവരെ ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇതാട്ടോ. അപ്പോൾ എനിക്ക് ക്രിയേറ്റിവിറ്റി ഇത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം എങ്ങനെയുണ്ട്. പറ്റാണെങ്കിൽ നമുക്ക് പള്ളിയുടെ ഉൾവശത്ത് തന്നെയല്ലോ പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ്. സോ ഇതാണ് എൻ്റെ എൻട്രൻസ്. അതോ കാർഡ്സ് കാർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ട്. അതായത് ഇവർ മെയിനായിട്ട് ചാരിറ്റി ബേസ് ആണ്. അപ്പോൾ നമുക്കറിയാലോ അൽസൈമേഴ്സ് സൊസൈറ്റി, ഡിമെൻഷ്യ, അതുപോലെ ക്യാൻസർ, സമറിറ്റൻസ്, അങ്ങനെ കുറേ ക്യാൻസർ റിസർച്ച് UK എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് റൈസിംഗ് ആണ് മെയിനായിട്ട് ഒരു ഉദ്ദേശിച്ചോക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ കുറേ കാർഡ്സ് ഉണ്ട് കേട്ടോ. കാർഡും അതിൻ്റെ കവറും എത്ര ഒരു 4.99 പൗണ്ട്സാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാർഡുകളും പള്ളിയിൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ ഇപ്പോൾ ഹോളി മാസം നടക്കാത്ത സാഹചര്യത്തിലാണ് കാർഡ് വിൽക്കുന്നുണ്ട് ഇവിടെ ഫുള്ളായിട്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു കഫേ ഉണ്ട് ആ സൈഡിൽ. സോ നമ്മൾ ചാരിറ്റി ഷോപ്പിൻ്റെ ചാരിറ്റി ക്രിസ്മസ് കാർഡ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങി കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യത്തിന് എനിക്ക് തോന്നുന്നു 8 കാർഡ് ഉണ്ട് ഒരെണ്ണത്തിൽ. ചാരിറ്റി ബേസ് കുറച്ചുള്ള റേറ്റ് അല്ലാതെ ഒരു 4 പൗണ്ട് സംതിങ് ആണ് ഒരേ ഇത് വരുന്നത്, പാക്കറ്റിൽ വരുന്നത്.
അപ്പോൾ നല്ലതാണ്. പിന്നെ ഞങ്ങൾ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങളുടെ ഏത് ട്രാവലിംഗ് ആണെങ്കിലും ഞങ്ങൾക്കൊരു പള്ളി ഞങ്ങൾ എപ്പോഴും വിസിറ്റ് ചെയ്യാറുണ്ട്. ഏത് സിറ്റിയിൽ പോയി കഴിഞ്ഞാലും പള്ളിയാണല്ലോ സെന്ററിൽ ചുറ്റുവട്ടമായിരിക്കും ബാക്കിയുള്ള സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള പീറ്റർബറോ കത്തീഡ്രൽ പള്ളി കണ്ട് ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് പള്ളിയാണ് കണ്ടിരിക്കുന്നത്. സത്യം കേട്ടോ, കുറേ പള്ളി ഏതൊരു പള്ളിയുടെയും ചുറ്റുവട്ടത്തായിട്ടാണ് കുറേ ഷോപ്സ് സാധനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ എന്ത് സ്ഥലം വിസിറ്റ് ചെയ്യുകയാണെങ്കിലും പള്ളിയാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിയുടെ അടുത്തേക്കാണ്. പിന്നെ ഇപ്പോൾ ഒരു നല്ല വെതറാണ്, മഴയൊക്കെ പെയ്ത് തുറന്ന കാരണം ആൾക്കാരൊക്കെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് കാരണം പക്ഷേ റഷൊന്നല്ല, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പള്ളിയുടെ ഒരു ബാക്ക് വശം നമ്മൾ കണ്ടത് നേരത്തെ കയറിയത്. പിന്നെ അതിന് പുറകിൽ തിരിച്ചിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള പള്ളി ആ കാണുന്ന ബാക്കിലാണെന്നാണ് കത്തീഡ്രൽ എന്ന് പറയുന്നത്, ശരി സ്ക്വയർ എന്ന് പറയുന്നത്. പോണ വഴിക്ക് നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് നന്ദൂസ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാം. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എല്ലാം അവൈലബിൾ ആണ്, നമ്മുടെ നാട്ടിലത്തെ ഐറ്റംസ് ഒക്കെ തന്നെ അല്ലാതുള്ളത്. പിന്നെ സ്ട്രീറ്റിലേക്ക് കടന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുന്ന പിസ്സ അതുപോലെ തന്നെ ബർഗറൊക്കെ കിട്ടുന്ന അവൈലബിൾ ആവുന്ന ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. കത്തീഡ്രൽ അറ്റത്ത് കാണുന്ന കത്തീഡ്രൽ, സ്റ്റാർബക്സ് ഉണ്ട്. ഇതാണ് മെയിൻ സെന്റർ എന്ന് പറയുന്നത്. ഈ സെന്ററിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് എല്ലായിടത്തേക്കുള്ള ഒരു റോഡ്. ഇവിടെ നിന്ന് നേരിട്ടാണ് കടന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനിലേക്കുള്ള വഴിയുണ്ട്. അവർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന അതുപോലെ തന്നെ പഴയ കത്തീഡ്രലിൻ്റെ ഒരു ഭാഗം നേരത്തെ നമ്മൾ കാട് നോക്കാൻ കയറിയ സ്ഥലം. ഇവിടെ നിന്ന് കാണുന്ന റോഡ് നേരെ ബസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് അതും പോകണം. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റും അത്. പിന്നെ ചുറ്റും ഫുള്ള് ഷോപ്പുകളാണ്, ഷോപ്പുകൾ കൊണ്ട് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് എല്ലാതും. സോ അതാണ് നമ്മുടെ നന്ദൂസ് കേട്ടോ, ഉണ്ടല്ലേ നന്ദൂസ് ഉണ്ട്. പിന്നെ പിന്നെ പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അതായത് ഇങ്ങനെയുള്ള മെയിൻ ആയിട്ടൊരു സെന്ററിൽ വന്നാലേ നമുക്ക് പള്ളിമണി അടിക്കുന്നുണ്ട് കേട്ടോ. സമയമായി തോന്നുന്നുണ്ട്, 12 മണിയായ 19 അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്നാൽ ഒന്ന് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് കുറേ ഉണ്ട്. പിന്നെ പറയുന്നത് ബാങ്കുകൾ മെയിനായിട്ട് ഇവിടെ HSBC വരുന്നുണ്ട്, ബാർക്ലേസ് ബാങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ബാങ്കുകളൊക്കെ വരുന്നത് ഇതിൻ്റെ പള്ളിയുടെ നിയർ ബൈ ആയിട്ടാണ് വന്ന് നോക്കുന്നത്. ഇവിടെയാണ് HSBC ആണ് എൻ്റെ ഫ്രണ്ട് ബാക്കിൽ കാണുന്നത്. പിന്നെ ഇതേപോലെ ഇവിടെ ബാർക്ലേസ് എന്ന് പറഞ്ഞ ബാങ്ക് ഉണ്ട്, പിന്നെ നാഷണൽ വെസ്റ്റ് ബാങ്ക് ഉണ്ട്. അതൊക്കെ ഇതിൽ തന്നെ നിയർ ബൈ ആയിട്ടാണ്. പിന്നെ സ്റ്റാർബക്സ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കും സ്ട്രീറ്റുകൾ ഇങ്ങനെ കടന്നു നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് പള്ളിയുടെ മുന്നിൽ തന്നെ ഇതൊരു സ്ട്രീറ്റ് ഒരു സൈഡിലേക്കുള്ളത്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വേറൊരു സ്ട്രീറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ UK വന്ന ആര് വന്നാലും നമുക്ക് BRP കാർഡ് കളക്ട് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മെയിനായിട്ട് ഇവിടെ അപ്രോച്ച് ചെയ്യേണ്ടത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് ഞാൻ കാണിക്കാം. പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴിയാണ്. പിന്നെ ഇവിടെയൊക്കെ എല്ലാ റെസ്റ്റോറൻറ്റ്സും ഓൾമോസ്റ്റ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ തിരക്കൊന്നുമില്ല, തിരക്കായി വരുന്നുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും തിരക്കാവും. കാരണം ഇന്ന് ഹാലോവീൻ്റെ പാർട്ടി അങ്ങനെ പ്രോഗ്രാംസൊക്കെ പലയിടത്തും അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെന്തുവാ, പിന്നെ സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട്, മഴ നിന്നു. ആകെ നല്ലൊരു വെതറാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിലും. അപ്പോൾ നമുക്കൊന്ന് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. തിരക്കായി വന്നുകൊണ്ടിരിക്കുന്നു. വെളിച്ചം ചെന്നം പിന്നം സ്ട്രീറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വൈറ്റമിൻ ഡി റിസീവ് ചെയ്യുന്നു. ഒന്നുമില്ല എൻ്റെ ശരീരത്തിൽ, 0 വൈറ്റമിൻ ഡി. നമ്മൾ പോസ്റ്റ് ഓഫീസ് എത്തി. നമ്മുടെ പിന്നിൽ കാണുന്നതാണ് ഈ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് വേണം BRP കാർഡ് നമ്മൾ കളക്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും അറിയാം, BRP കാർഡ് കളക്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടും പിന്നെ വിസ നമുക്ക് അവർ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ കുറച്ച് ഇൻഫർമേഷനുള്ള ഒരു പേപ്പറും തരും. അത് നമ്മളിവിടെ കാണിച്ചാലാണ് നമുക്ക് അവർ BRP പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ 2 വീക്സിനുള്ളിലൊക്കെ മാക്സിമം അതിനുള്ളിൽ നമുക്ക് 1 to 2 വീക്സ് എന്നാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. പിന്നെ ഇവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് തന്നെ കളക്ട് ചെയ്യണം. നമുക്ക് പോയിട്ട് വേറെ ആളെ വിട്ടിട്ട് മേടിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ കോൺടാക്ട് ചെയ്ത് എത്തിയോന്നും ചോദിക്കാനൊന്നും പറ്റുന്നില്ല. വന്നിട്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് അന്വേഷിക്കണം. നമ്മൾ പോസ്റ്റ് ഓഫീസിന് നിയർ ബൈ നടന്നു പോകുമ്പോൾ തന്നെ നമുക്കിവിടെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. റേറ്റ് ഒന്നും അത്ര ഇല്ല, പക്ഷെ നാട്ടിലെ മാർക്കറ്റിൽ പോയ പോലെ ഉണ്ട്. മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണ്, സാധനങ്ങളൊക്കെ ഉണ്ട്. വെളുത്ത വഴുതനയും
ഒരു സൈഡിലത്തെ വ്യൂസ് എല്ലാം കണ്ടു. ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അവിടെ എന്തൊക്കെ ഷോപ്പുകളുള്ളത്? അവിടെയാണ് നമുക്ക് വിൽക്കോയും അതുപോലെ തന്നെ പൗണ്ട്ലാൻഡ് അങ്ങനത്തെ ഷോപ്സൊക്കെ വരുന്നത് ആ സൈഡിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നിൽക്കുന്നത് പൗണ്ട്ലാൻഡിൻ്റെ ഫ്രണ്ടിലാണ്. പൗണ്ട്ലാൻഡും അതുപോലെ വിൽക്കോയും നിയർ ബൈ ആയിട്ടുള്ള 2 ഷോപ്സാണ്. അപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഹൗസ് ഹോൾഡ് തിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റിയ നല്ലൊരു ഷോപ്സാണ് ഇത് രണ്ടും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നിൽക്കാം. വിൽക്കോൻ്റെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ക്ലോസ്ഡ് ആണ്. അവർ ഇപ്പോൾ ന്യൂസും ഉണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വിൽക്കോൻ്റെ കുറച്ച് ഷോപ്സ് അവർ ക്ലോസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടത്ര വിചാരിച്ച് എനിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. അവിടെ പൗണ്ട്ലാൻഡ് മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പിന്നെ നമ്മളിങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നിയർ ബൈ ആയിട്ട് നല്ല ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള കുറേ ഷോപ്പുകൾ 2-3 വന്നിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. പിന്നെ ഇപ്പം നമ്മുടെ ലക്ഷ്യം വേറൊരു സ്ഥലമുണ്ട്. അത് ഇവിടെ വന്നാൽ ഞങ്ങൾ അവിടെ കയറാണ്ട് ഞങ്ങൾ പോവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ചിക്കൻ ബർഗർ, 1 chicken burger and other one with the 2 cheese slices. Yeah, do you want to take cash down and don't take card? Yeah, we can take that. Okay. Then we need the chips also. So ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കത്തീഡ്രൽ സ്ക്വയറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതൊക്കെ കാണാം. മാക്ഡൊണാൾഡ്സ് അങ്ങനത്തെ ഒക്കെ കാണാം. അങ്ങനെ ഉണ്ടെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇവരുടെ ഈ ഫുഡ്. അപ്പോൾ നല്ല ബർഗർ, നല്ല നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനുള്ള നല്ല ക്വാളിറ്റിയുള്ള ബർഗർ സാധനങ്ങളൊക്കെ കിട്ടും. നല്ലതാണ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ചിക്കൻ ബർഗർ. നല്ല ചില്ലി സോസൊക്കെ വെച്ചിട്ടുള്ള ചിക്കൻ ബർഗർ ഉണ്ട്. നല്ലതാണ്. ഇത് ഈ ബോക്സ് ചിപ്സാണ്. ഇതും ബർഗർ. ഞാൻ വേറെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, വിത്ത് ചീസാണ് കേട്ടോ. ഇത് ചീസാണ്. ഇത് പ്ലെയിൻ ചിക്കൻ ബർഗർ വിത്താണ്. ഇത് വിത്ത് ചീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കൊതിയാവണം എനിക്ക്. പൊട്ടറ്റോ ചിപ്സ് ടേസ്റ്റ് ചൂടുണ്ട്. നല്ല ക്രിസ്പി, നല്ല സുണ്ട്. ഞാൻ ബർഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേ നമ്മുടെ ചില്ലി സോസും പിന്നെ ഒനിയൻ, ചിക്കൻ്റെ ഒരു നഗറ്റ്സ് പോലെയുള്ളത് എല്ലാം ഉണ്ട്. ചൂടുണ്ട്. ഒന്ന് കടിച്ചു നോക്കാം. ചൂടുണ്ട്. സൂപ്പർ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ആ സോസൊക്കെ വന്നപ്പോഴില്ലേ നല്ല രസമുള്ളൊരു ബർഗർ. മസ്റ്റായിട്ടും ട്രൈ ചെയ്തോളാം. നല്ല രസമുണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയോ. മരുന്നിരിക്കുന്ന ചൂടും കേട്ടോ. എങ്ങനെയുണ്ട്? ചീസൊക്കെ ഇട്ടപ്പോൾ നൈസാണോ? ചീസ് കുറച്ചും കൂടി നമ്മൾ മുന്നേ ചിക്കൻ ബർഗർ നോർമൽ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ഫ്ലേവർ ഉണ്ട്. ചീസും കൂടി ആവുന്ന സമയത്ത് പിന്നെ സ്പൈസി ആണത്. സ്പൈസി ആയ കാരണം സൂപ്പർ, നല്ല എരിവുണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട് ചീസും ബർഗറൊക്കെ കൂടി ഇരുന്ന് കഴിക്കുന്നത് നല്ലൊരു ഫീലിംഗ് ആണ്. ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. തണുപ്പും മട ഇങ്ങനെ ചാടുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് കഴിക്കാൻ നമുക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം. ഇതിൻ്റെ സ്ഥലത്തിന് പേര് കത്തീഡ്രൽ സ്ക്വയർ ഡിന്നർ എന്നാണ്. എല്ലാം ഒരു സ്ട്രീറ്റ് ഫുഡ് ഇവിടെ നിന്ന് കഴിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചീപ്പാണ്. നമുക്ക് ബാക്കിയുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് കഴിക്കണമെന്ന് നന്നായിട്ട് നല്ലൊരു സ്ഥലമാണ്. ബർഗറും ചിപ്സും കഴിച്ചു. നല്ലതായിരുന്നു. ഒരു 5 എത്ര കൊടുക്കും?
അഞ്ചിൽ ഞാനൊരു ഫുൾ മാർക്ക് കൊടുത്താൽ അവർക്ക് കുശുമ്പായല്ല, അപ്പോൾ ഒരു 4.5 ഞാൻ കൊടുക്കും. 4.5 പെട്ടെന്ന് ഞാൻ ഓടി നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ലതാ, ടേസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് പോയിട്ട് കുറേ എക്സ്പെൻസ് ചെയ്യാനാണ്. ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അഫോർഡബിൾ ആണ്. സിമ്പിളായിട്ട് കഴിച്ചിട്ട് പുറത്തിരുന്നതിന് കാഴ്ചയൊക്കെ ഉണ്ട് കഴിച്ചിട്ട് പോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. കാരണം എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട് മാറുമ്പോൾ നമുക്ക് പുതിയ സോഫ, മേശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. യൂസ്ഡ് ആയിട്ട് തിങ്സ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ ആണത് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ നല്ല സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും കുറഞ്ഞ റേറ്റിൽ. അവർ തന്നെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലവും പിന്നെ അതിന് നിയർ ബൈ ആയിട്ട് തന്നെ ആസ്ദ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഷോപ്പിംഗ് സാധാരണ കുറച്ചുകൂടി റേറ്റ് ഇങ്ങനെയാണ് അങ്ങനെയല്ല, കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അഫോർഡബിൾ ആണ് ഈ ആസ്ദയിലൊക്കെ. അതുപോലെ കുറേ എന്താ പറയുക ഓഫേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹാർട്ട് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എല്ലാവർക്കും സാധനങ്ങൾ വാങ്ങാനും പിടിക്കാനൊക്കെ. ഈ ഒരു സ്ഥലം നല്ല യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ട് കളയുന്നതിന് പകരം ഇവിടെ ആളുകൾ ചെയ്യുന്നത് അത് ഷോപ്പിലേക്ക് കൊണ്ടുകൊടുക്കും. നമ്മൾ ഡൊണേഷൻ പോലെ കൊണ്ടുകൊടുത്തതിന് ശേഷം അവരത് ചെറിയൊരു റേറ്റ് ഇട്ടിട്ട് സെയിൽ ചെയ്യും. അപ്പോൾ രണ്ടുപേർക്കും ഒരു ഉപകാരമാവുന്ന രീതിയിലാണ് അങ്ങനത്തെ ഷോപ്പുകൾ കുറവുണ്ട്. എല്ലാവരും അതിന് പർച്ചേസ് നമുക്ക് അഫോർഡബിൾ ആണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ നന്നായിട്ട് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന കാരണം അല്ലാതെ നമുക്ക് അത്രയും പൊട്ടയെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ലതാണ് എല്ലാ പ്രൊഡക്ട്സും. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കാണാം. ഈ ആസ്ദേൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറഞ്ഞ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ആസ്ദയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലാട്ടോ നിൽക്കുന്നത്. ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കി. നല്ല നല്ല സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും എല്ലാ സാധനങ്ങളും കേടാവാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കും. പിന്നെ അവർക്ക് വേണ്ടാണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള ചാരിറ്റി ഷോപ്സിൽ അവർ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ അതേപോലെ നല്ല കുറേ സാധനങ്ങൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ തിങ്സ് വാങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡ് ഷോപ്പ് വാങ്ങണമെങ്കിൽ ഇവിടെ വന്നത് ഇങ്ങനെ വാങ്ങാം. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് കയറി ആസ്ദയിൽ. പിന്നെ അതുപോലെ ഒന്ന് കറങ്ങി ക്യൂൻസ് ഗേറ്റ്, നമ്മുടെ പ്രൈമാർക്ക്, ഹാർട്ട് ഫൗണ്ടേഷൻ, പിന്നെ റിവർ ഗേറ്റ്, സ്ട്രീറ്റ് ഫുഡ് കഴിച്ചു. അപ്പോൾ കൊള്ളാം. അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞൊരു ബ്ലോഗായിരുന്നു ഇന്നത്തെ. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാരെ ഇതൊക്കെ ഇറങ്ങിയിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഇനി പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് കാണാം, പുതിയ സ്ഥലങ്ങളായിട്ട്. അതുവരെ ബൈ. ഹായ് ഫ്രണ്ട്സ്, നമ്മളൊന്ന് പോകാൻ പോണ സ്ഥലം കുറേയധികം കൾച്ചറും കുറേയധികം ഷോപ്പുകളും പിന്നെ കുറേയധികം റഷായിട്ടുള്ള ഒരു ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റൊക്കെയാണ്. പീറ്റർവാരുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ള റഷായിട്ടുള്ളൊരു സ്ട്രീറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ സ്ഥലം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വർഷമധികം ഒരു 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റായിട്ട് കുറച്ച് കണക്ഷനുള്ള റെസ്റ്റോറൻ്റാണ്. അത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണത്. സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോരാം നമുക്ക്. ഇപ്പോൾ ചായവാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ തിരക്കൊന്നുമില്ല, അത് സാറ്റർഡേ ആയ കാരണമാണ്. പക്ഷെ വണ്ടികളിങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ ഒരു റഷൊന്നുമില്ല. പിന്നെന്താ, ചായവാലയിലെ കറക്റ്റ് ചായ കുടിക്കാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. കാത്തിരിക്കുകയാണ് ഞാനത്. നടന്നപ്പോൾ നമ്മുടെ പറഞ്ഞ സ്ഥലമെത്തി. നമ്മുടെ പറഞ്ഞ സ്ഥലം ചായവാലയിലേക്ക് എത്തിയിട്ടുണ്ട്. ചായവാല ഇങ്ങനെ കാണാം. ചായവാലയുടെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡൽഹി സ്ട്രീറ്റിലാണ് ചായവാല ആദ്യത്തെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷം അറൗണ്ട് വേൾഡിൽ ഒരു 65 സ്റ്റോറ് അവർക്ക് എല്ലാ ലൊക്കേഷനിൽ റഷായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവർക്ക്. ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ചായയാണ്, കറക്റ്റ് ചായ. അപ്പോൾ കറക്റ്റ് ചായ ഒരു ഒതൻറ്റിക് ഒരു ഡൽഹി ടേസ്റ്റ് ആക്കിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് നോക്കിയോക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ചായവാല എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ചായവാലയ്ക്ക് കുറേ ബ്രാഞ്ചുകളുണ്ടെന്ന് അറിയാം, പക്ഷേ ഇവിടത്തെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ മുംബൈയിൽ നിന്നൊക്കെ കോഫി ഇവരുടെ ചായയൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട്, പക്ഷേ വേറെ ടേസ്റ്റാണ്. പക്ഷേ ഇവിടുത്തെ കറക്റ്റ് ചായ നമുക്ക് നോക്കി നോക്കാം. കറക്റ്റ് ചായ മുന്നേ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കറക്റ്റ് ചായ പേരെന്നെ കേട്ടത്. കറക്റ്റ് ചായ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കുടിക്കാം. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് 2 കറക്റ്റ് ചായയും പിന്നെ ചിക്കൻ റോളാണ് ഓർഡർ ചെയ്തത്. വേറെ സ്നാക്സ് ഇപ്പോൾ റെഡി ആയിട്ടില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റിംഗ് ആണ്. മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ട്. മഴ പെയ്ത് അങ്ങനെ തോർന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതനുസരിച്ച് അധികം റഷില്ല. അപ്പോൾ ആൾക്കാരൊക്കെ റഷായി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് ഫുള്ളും റഷ് തന്നെയാണ്. വണ്ടികളുടെ ബഹളമുണ്ട്, ഷോപ്പുകൾ അല്ലാതും ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഏരിയയാണ്. അപ്പോൾ നമ്മളവിടെ വെയിറ്റിങ്ങിലാണ് പുറത്ത്. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ്, ഓംലേറ്റ് ടൈപ്പ് ഉള്ളത്, ആലു പൊറാത്ത, ഹോട്ട് ഡ്രിങ്ക്സ്, പാനിപ്പൂരി. ഇതാ പാനിപ്പൂരിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഡൽഹി സ്ട്രീറ്റിൽ പോയ പോലത്തെ ഒരു അവസ്ഥയാണ്. നല്ല ഐറ്റംസ് ഉണ്ട്, പക്ഷെ കുറച്ചൊക്കെ കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ പുതിയ സാധനങ്ങൾ എന്തെങ്കിലും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. കുഞ്ഞൊരു ഷോപ്പാണ്, പക്ഷെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. 3 സീറ്റാണ് അവരോട് ആകെ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 2 കറക്റ്റ് ചായ, പിന്നെ ബർഗർ. നമുക്ക് റോളോ ബർഗറോ സംതിങ്. നമുക്ക് 2 നൈസ് കിറ്റിലായി തന്നിട്ടുണ്ട്. കണ്ടാക്കിയിട്ട് ചായ വരാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കി നോക്കാം. ഓപ്പൺ ചെയ്യും. നമ്മുടെ ചായ നമുക്ക് കാണട്ടെ. കറക്റ്റ് ചായ 2 വന്നിട്ടുണ്ട്. നല്ല പാക്കറ്റൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ പേപ്പറിലേക്കാണ് പോയി വെച്ചിട്ടുണ്ട്. വെറൈറ്റി കവറിങ് ആണല്ലോ. അതിനുണ്ട് എന്താ ടേസ്റ്റ്? ഒരു എന്തെങ്കിലും വെച്ച് കമ്പയർ ചെയ്യാനോ എന്തൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നുണ്ടോ? നല്ല രസമുണ്ട്, പക്ഷെ എനിക്കറിയത്തില്ല ഇതിന് വെച്ച് കമ്പയർ ചെയ്യണത്. നല്ല കേട്ടോ. ഞാൻ എരിവാന്ന് വിചാരിച്ചു, എരിവൊന്നല്ല, നല്ല രസമുണ്ട്. മസാല ഇട്ടിട്ട് വരും. ഓ, റോളാണ്. ഓ, ഒരു നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ മസാലയുടെ ഒരു ടേസ്റ്റാണ് കൂടുതൽ വരുന്നത്. മസാലയുടെ ടേസ്റ്റ്, പിന്നെ ചെറിയ ജിഞ്ചറിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട് റോളിൽ. എന്നാലും ഒരു ഡിഫറെൻ്റാണ് ടേസ്റ്റ്. രണ്ടും ടേസ്റ്റ് ആക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. ചായ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് തുറന്നിട്ട് വെച്ചിട്ടുണ്ട് ചായ. ചായ ഒരു മസാല, ഒരു ഏലക്കായരൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്, കറക്റ്റ് ചായക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് റോള് മോശമല്ല. റോള് ചപ്പാത്തിയുടെ ഉള്ളിലാണ് റോള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരു പൊട്ടാറ്റോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു മസാല കൊള്ളാൻ തയ്യാറും. ചിക്കനും വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മസാലയാണ്. ചപ്പാത്തിയുടെ ഉള്ളിലാണ് റോൾ ചെയ്തിരിക്കുന്നത്. കൊള്ളാൻ തയ്യാറും, നല്ല ടേസ്റ്റാണ്. ഇത്ര ദൂരം നമ്മൾ വന്നാൽ വെറുത്തായി എന്തായാലും ചായ ഇടുവാണ്. ചായ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ചായയാണ്. ഇതുപോലെ ചായ ഇവിടെ എത്തിയതിനു ശേഷം പിന്നെ വേറെ കുടിച്ചിട്ടില്ല. നല്ല ചായ, അതുപോലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ്, റൊട്ടി ഐറ്റംസ്, അതൊക്കെ അതായത് ഇന്ത്യനും പാകിസ്ഥാൻ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ടേസ്റ്റാണ് മൊത്തത്തിൽ വരുന്നത്. എന്തായാലും ഇവിടെ വന്നാൽ മസ്റ്റ് ആയിട്ട് എന്തായാലും ലിങ്കൻ റോഡ് സ്ട്രീറ്റിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും കുടിച്ച് കഴിയുന്നില്ല ചായ. ചായ സൂപ്പറാണ്, ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട്. ഇലക്ക് എനിക്കറിയില്ല എങ്ങനെ പറയണേന്ന്, പക്ഷെ നല്ല രസമുള്ള ചായ.
എനിക്കിഷ്ടമായി ഒന്ന് എന്താ പറയുക, നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ഒരു അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ ആ ചായ. നല്ല ഇവിടെ വന്നാൽ എന്തായാലും ട്രൈ ചെയ്ത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ടൈപ്പ്സ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. മീൽസ് ഒന്നും ഇല്ല കേട്ടോ, മീൽസ് ഐറ്റംസ് ഒന്നും ഇല്ല. ഇങ്ങനെ റൊട്ടി, ചനദാല്, അങ്ങനെ പിന്നെ ആലു പൊറോട്ട, പിന്നെ സാൻഡ്വിച്ച്, ബർഗർ ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലുള്ളത്. എന്തായാലും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ലതാണ്, അത്ര വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ലതാണ് കേട്ടോ. ഈ ചായവാലയുടെ പിന്നിൽ തന്നെ അതിനുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പാർക്കിങ്ങിന് വേണ്ടി അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നല്ല അത്യാവശ്യത്തിനുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബൈസിക്കിൾ വന്ന കാരണം നമുക്ക് പിന്നെ അത്ര സ്ഥലമൊന്നും വേണ്ടല്ലോ, നമ്മൾ സിമ്പിളായിട്ട് സൈഡിൽ കയറ്റി വെച്ച് ലോക്ക് ചെയ്ത് പോയി. പിന്നെ ലിങ്കൺ റോഡിൽ ഒരുവിധം മാർക്കറ്റ്, ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട്, വെജിറ്റബിൾ മാർക്കറ്റ് എല്ലാം അവൈലബിൾ ആണ്. ചീപ്പിയോടെ കുറച്ചുകൂടിയും സിറ്റിയിലുള്ള ബാക്കിയുള്ള ഷോപ്പുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചീപ്പായിട്ട് ഇവിടെ കിട്ടുന്നില്ല. എന്ന് മാർക്കറ്റ് പോലെയാണ്, കുറേ അവൈലബിൾ ആണ്, ബൾക്കായിട്ട് അവൈലബിൾ ആണ്. കുറേ ആൾക്കാർ വന്നിട്ട് ബൾക്കാർ അത് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് കുറേ പേര്, വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ എന്തായാലും അതും കൂടെ വന്നിട്ട് നമുക്ക് ഒരു വരവിൽ നമുക്ക് അത് പർച്ചേസ് കൂടി കഴിച്ചിട്ട് നമുക്ക് പോകാൻ എന്തായാലും. അപ്പോൾ രുചികൾ തേടി അങ്ങനെ ലിങ്കൺ റോഡ് എത്തിയിട്ടുണ്ട്. ലിങ്കൺ റോഡിലുള്ള കറക്റ്റ് ചായ കുടിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കണം. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ പുതിയ സ്ഥലങ്ങൾ ടേസ്റ്റൊക്കെ തേടിയിട്ട് നമ്മൾ യാത്ര ഉണ്ടായിരിക്കും എന്തായാലും. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും ബൈ.